അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു നാടൻ റെസിപ്പിയാണ്, ചക്ക എരിശ്ശേരി. നാടൻ രീതിയിലുണ്ടാക്കിയ നമ്മുടെ സ്വന്തം ചക്ക എരിശ്ശേരി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും ചകുനിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. നീളത്തിലല്ല കട്ട് ചെയ്യേണ്ടത്, ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇപ്പം ദാ നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്ക എടുക്കുമ്പോൾ എപ്പോഴും നല്ല വിളഞ്ഞ ചക്ക എടുക്കാൻ ശ്രദ്ധിക്കുക, നല്ല മൂത്ത ചക്ക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചക്ക നന്നായിട്ട് വേകണം. കൂടുതൽ വേവുള്ള ചക്കയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുത്തു. ഇത് നന്നായിട്ടിരുന്ന് വേവട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇത് കുക്കറിലിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുക്കറിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ മതിയാവും. ഇത് നമ്മുടെ ചക്ക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചക്ക വേവണ സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ്. നമുക്കിതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി നന്നായിട്ട് മഷി പോലെയൊന്നും അരയണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരയും വേണം. ആ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാവേ. ഇതാ നമ്മുടെ തേങ്ങ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ അരച്ചാൽ മതി. ഇതെവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചക്ക വേഗം വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേവണം. വെന്തില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എൻ്റെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടെ അരച്ചത്. മിക്സി ബൗളിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരപ്പും ചക്കയും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ചച്ചൊവയൊന്ന് മാറണം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഒരു 2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് 1/2 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകണം. കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ ചക്ക എരിശ്ശേരി ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പം നമ്മുടെ തേങ്ങ ഒരു ചെറിയ ഗോൾഡൻ കളറായിട്ടുണ്ട്. കുറച്ചുകൂടി ആകണം. തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ചക്ക എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ ചക്ക എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ ചക്ക എരിശ്ശേരി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. നാടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.